ഇന്ന് വെജിറ്റബിൾ കട്ട്ലറ്റാണ്. അതിലേക്ക് ക്യാരറ്റ്, ചായ മാൻസ എന്ന് പറയുന്ന ചീര തിളപ്പിച്ച് അരിഞ്ഞ് എടുത്തതാണ് കേട്ടോ. ഒരു ചീനച്ചട്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സബോള അരിഞ്ഞത് ഇടുക. ഒന്ന് വഴറ്റി വരുമ്പോൾ വെളുത്തുള്ളി ഇടുക, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതിട്ട് മൂത്ത് വരുമ്പോഴാണ് നമുക്ക് നല്ല വേവുണ്ട് ചായ മാൻസ അരിഞ്ഞത് ഇടേണ്ടത്. നല്ല പോഷകസമൃദ്ധമായൊരു ചീരയാണ് കേട്ടത്. ഇതിന് നല്ല വേവുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ടെന്ന് നമുക്ക് വേവിക്കാം. ഇനി ക്യാരറ്റ് ഇടാം. ക്യാരറ്റും പകുതി വേവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അരിഞ്ഞെടുത്തിട്ടുള്ളത്. മുഴുവനോടെ പുഴുങ്ങിയിട്ട് അരിഞ്ഞെടുക്കുക ചെയ്തത്. 2 മിനിറ്റ് പുഴുങ്ങിയിട്ടുള്ളൂ കേട്ടോ. അത് മൂടി വെച്ച് വേവിക്കാം. ചായ മാൻസേന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ തിളപ്പിച്ച് പിഴിഞ്ഞതിന് ശേഷം അരിഞ്ഞിടേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 3/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി ചെറുപയർ, പ്രോട്ടീനാണ് ചെറുപയർ. ഒരു ഉരുളൻകിഴങ്ങ് വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചതാണ്. അതും കൂടി അതിൽ ഉടച്ച് ചേർക്കണം. നല്ലോണം ഇളക്കി കുറച്ച് ഗരം മസാല കേട്ടോ. ഗരം മസാല ഇവിടെ പൊടിച്ചതാണ്, അതുകൊണ്ടാണ് കളർ ഇങ്ങനെ. മസാല എന്ന് പറയാം. നല്ല മണാട്ടോ. നമ്മൾ വാങ്ങിച്ച് പൊടിച്ച് വെച്ചാൽ മതി. നല്ല വെയിലുള്ള സമയമല്ലേ. നമുക്കതൊരു പാത്രത്തിലേക്ക് പകർത്താട്ടോ. ശരിയായിട്ടുണ്ട്. നമുക്ക് ഷേപ്പ് ചെയ്ത് വയ്ക്കാം. 11 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു മുട്ട എടുത്തിട്ട് പൊട്ടിച്ച് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്യുക. ഇനി ഓരോ കട്ട്ലറ്റും ഇതിൽ മുക്കിയിട്ട് ഒരു അടുപ്പിൽ ഇതന്നെ ഈ പാത്രത്തിൽ എനിക്കുള്ളതേ ഉള്ളൂ, അതുകൊണ്ടാണ് എല്ലാവരും ഇതിലിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് കഴിച്ചിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് ഞാൻ ഇനി അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് അറിയാനാണ് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യില്ലേ? ഒരു കുട്ടി കട്ട്ലേറ്റ് ഉണ്ട്. നമുക്ക് എല്ലാം മറിച്ചിടാം കേട്ടോ. പൊടിയാണ്ട് നോക്കിയോളൂ. വെജിറ്റബിൾ കട്ട്ലറ്റ് കഴിക്കുമ്പോൾ നമ്മൾ ഓയിലിൽ ഡീപ്പ് ഫ്രൈ വേണമെന്നില്ല. നമ്മൾ ഇങ്ങനെ ഒന്ന് പതുക്കെ നേരിയതായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് നേരം വേണം കേട്ടോ. ഒന്നും കൂടി മറിച്ചിടാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിലൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ ബാക്കിയുള്ള മുട്ടയില്ലേ, ആ മുട്ട നമ്മളിങ്ങനെ നൂല് പോലെ വെറുതെ ഇങ്ങനെ ഒഴിക്കണം.
ഞാൻ അത് എടുത്തിട്ട് പ്ലേറ്റിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്തത്. ചില സ്ഥലത്തൊക്കെ ഒരുമിച്ച് വായി ഒഴിക്കുമ്പോൾ ഇങ്ങനെ കട്ടയിട്ട് വീഴണത്. അതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോളൂ. താങ്ക് യു.